ട്രിവാൻഡ്രം ജില്ലയിലുള്ള എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമാണോ? ദൈവാനുഗ്രഹത്തിലാണോ? ദൈവത്തിന്റെ അനുഭവം ഉണ്ടോ? ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ സാധിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹവും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് സ്വർഗസ്ഥനായ തുടങ്ങും. നിങ്ങളാരും സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കത്തില്ല, ബാക്കിയെല്ലാം പ്രാർത്ഥിക്കും അല്ലേ? അങ്ങനെയല്ല സ്ഥിരം ചെയ്യാറ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ അന്ന് അടുത്തത് തുടങ്ങി നമ്മൾ ബാക്കോട്ട് പോകും അല്ലേ? മിക്കവരും ചെയ്യുന്ന അങ്ങനെയല്ലേ? ഹൃദയത്തിലെങ്കിലും നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാറുണ്ടോ? ചിലർ അതുപോലുമില്ല. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങട്ടെ, ബാക്കി നമുക്ക് ഏറ്റുപാടാം അല്ലെങ്കിൽ ഏറ്റു പ്രാർത്ഥിക്കാം. ഇതാണ് പലപ്പോഴും ചിന്ത. നമ്മുടെ സൂം പ്രയറിൽ ഒരിക്കൽ ഒരു അമേരിക്കയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു ടീം കയറി. അപ്പോൾ അവര് പ്രാർത്ഥനയിലൊക്കെ ഉള്ളവരാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ വിശ്വാസത്തിൽ കഴിയുന്ന ചില ഫാമിലീസാണ്. അന്ന് ആദ്യമായിട്ട് കയറിയ ദിവസം തന്നെ അവർക്ക് കൃത്യമായി 1-2 മെസ്സേജുകൾ, പ്രത്യേകിച്ച് വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷകരിലൂടെ മെസ്സേജ് കൊടുത്തു. അവരെന്താണോ അനുഭവിക്കുന്ന പ്രശ്നം, ആ പ്രശ്നം കൃത്യമായി മെസ്സേജ് കൊടുത്തു. അങ്ങനെ അവര് പ്രയറിൽ സ്ഥിരമായി കയറാൻ തുടങ്ങി, സൂം പ്രയറിൽ കയറാൻ തുടങ്ങി. അങ്ങനെ സൂം പ്രയറിൽ കയറി 1-2 പ്രയറിന് ശേഷം ഇവർ പലരും സൂമിൽ കയറുമ്പോൾ നമുക്കറിയാലോ, സ്റ്റാർട്ടിങ്ങിൽ ഇവർ കയറില്ല. എൻ്റെ ആരാധന തുടങ്ങി പകുതിയാകുമ്പോഴേക്കും, കാരണം നമ്മളിത് കുറേ കണ്ടിട്ടുണ്ടല്ലോ, ആരാധന നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. തുടക്കത്തെ ആരാധനയായിരിക്കും, ഒടുക്കം ആരാധനയായിരിക്കും, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവര് വചന ശുശ്രൂഷയിൽ ഒരു പങ്കെടുക്കും, അവസാനം മെസ്സേജ് ഉണ്ടെങ്കിൽ അതും ഒരു സ്വീകരിക്കും. പക്ഷെ തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും കയറുക, അവസാനിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇവർ ഇറങ്ങി പോവുകയും ചെയ്യും. ഒരു ദിവസം അബദ്ധത്തിൽ ഇവർ ഫുള്ളായിട്ട് പങ്കെടുത്തു, എന്തോ ഒരു അബദ്ധത്തിൽ. അപ്പോഴാണ് നമ്മുടെ ജീസസ് വിഷൻ ടീം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് ആദ്യമായിട്ട് അവർ കേൾക്കുന്നത്. അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ ഈ പ്രാർത്ഥന ചെല്ലുന്നത്? എന്ത് കാര്യത്തിനാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നത്? ഇത് അന്ന് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്ത സമയത്ത്, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സമയത്ത്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇല്ലാത്ത സമയത്ത് അവർക്ക് കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. അതെന്തിനാണ് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ചൊല്ലുന്നത് ദൈവാത്മാവിലല്ല, ഇത് ദൈവിക ടീമല്ല എന്ന് പറഞ്ഞ് അവർ നമ്മുടെ ഒരു ബ്രദറിനെ വിളിച്ച് 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള ബ്രദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഞങ്ങളിപ്പോൾ ഒന്നും പറയാനില്ല, എന്തായാലും ഈ വചനങ്ങൾ ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഞങ്ങളത് പ്രാർത്ഥിക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. പിന്നീട് ഒരിക്കലും അവർ സൂം പ്രയറിൽ കയറിയില്ല, പിന്നെ അവര് സൂമിൽ കയറിയില്ല. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളിൽ ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ 1 മാസം മുൻപ് അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മെസ്സേജ് കറക്റ്റാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിച്ചത്, ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോ അതേ വ്യക്തി തന്നെ തിരിച്ചു പറയാണ്, നിങ്ങളിൽ ദൈവാത്മാവല്ല. പലർക്കും അങ്ങനെയാ, എന്റെ ഇഷ്ടത്തിന് പറയുന്നവൻ ദൈവാത്മാവുള്ളവൻ, എന്റെ ഇഷ്ടത്തിനെതിരെ പറയുന്നവൻ ദൈവാത്മാവില്ലാത്തവൻ. നമ്മുടെ തിരുവനന്തപുരം ദേശത്ത്, പ്രത്യേകിച്ച് കടൽ തീരത്തുള്ള ആളുകൾക്കറിയാം, ഈ മറ്റേ ഓക്കി കാറ്റ് വരുന്ന സമയത്ത് കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പ്രവചിച്ചു അല്ലെ? വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതാ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നു. ആ ഒരു മുന്നറിയിപ്പുള്ളത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട അനേക കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്. കടലിൽ പോകാതെ ദൈവം സംരക്ഷിച്ച അനേക മക്കളുണ്ട് ഈ ദേശത്ത്. വേണ്ട, എനിക്ക് തോന്നുന്നു കൊറോണയെ കുറിച്ച് ഈ സ്റ്റേജിൽ ആദ്യമായിട്ട് പ്രവചനം പറയുന്നത് അല്ല, ഇവിടെ വെച്ചല്ലേ പറയുന്നത്? നിങ്ങൾ എത്ര പേര് അതിന് സാക്ഷിയാണ്? കൊറോണയെ കുറിച്ച് 2018 പറയുമ്പോൾ ഒത്തിരി പേര് ഇതിന് സാക്ഷികളാണ്. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം പല സമയം ദൈവാത്മാവിലൂടെ, പ്രിയപ്പെട്ട ശിവർ, ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് പോലും ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ഹോളി വീക്കിലും ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ഇവിടെ എല്ലാം ദൈവത്തിന്റെ ശക്തമായ മെസ്സേജുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ പറയാൻ തുടങ്ങും, ആ വ്യക്തി ദൈവാത്മാവിലാണോ ദൈവത്തിലാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം, പൊതുവേ ഉള്ളൊരു സ്വഭാവം. നിങ്ങൾ ആരെങ്കിലും ഈ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന ചെല്ലാറുണ്ടോ? ചെല്ലാറുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നപ്പം നമ്മൾ എന്താ കൊടുക്കുക? കുറുക്കുണ്ടാക്കി കൊടുക്കും അല്ലേ? കുറുക്കല്ലേ? അല്ലെങ്കിൽ കായപ്പൊടിയോ അങ്ങനെ എന്താ സാധനം, മറ്റേ കണ്ണങ്കായൊക്കെ ഉണക്കി, ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ കുറേ ഫുഡുകൾ നമ്മൾ കൊടുക്കും അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് പറയുന്നതാണ്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കുഞ്ഞായിരുന്നപ്പോ, ശൈശവത്തിൽ ശിഷ്യന്മാരുടെ ഏറ്റവും
ശൈശവത്തിൽ അവർക്ക് പ്രാർത്ഥന എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു കാലത്ത് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അതല്ലാതെ ഈ പ്രാർത്ഥന ചൊല്ലേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്നാണ് ചില വ്യക്തികളുടെ വിശ്വാസം അല്ലെങ്കിൽ ചിന്ത. അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല. എന്തായാലും ഇവിടെ ഉള്ളവർക്കില്ല. പക്ഷേ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര പേർക്ക് അറിയാം? എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവം എന്താണ് ഈ പ്രാർത്ഥനയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നതാ. എന്നാലും ഒന്ന് രണ്ട് കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിച്ച് പോകാമെന്നുള്ളതാണ് ദൈവകൃപയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് കാലത്ത്, പ്രത്യേകിച്ച് സഭയുടെ ആദിമ സമയത്ത്, അതായത് ഒരു പ്രോട്ടോ ഇവാഞ്ചലിയൻ സമയം, സുവിശേഷത്തിന്റെ ശൈശവ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ 150 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ, പ്രത്യേകിച്ച് ഈജിപ്തിലുള്ള സന്യാസ സമൂഹങ്ങളെല്ലാം, അന്നത്തെ ആ കോപ്റ്റിക് സഭകളാകട്ടെ, അങ്ങനെയുള്ള സഭകളിലെല്ലാം ഈ ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, അതിനുവേണ്ടി അവർ പ്രത്യേകം കയറുകൾ ഉണ്ടാക്കും. നമുക്കറിയാം ഇന്ന് എണ്ണ എടുക്കാനൊന്നും പറ്റില്ല. നമ്മളാണെങ്കിൽ എണ്ണ എടുക്കാൻ കല്ലെടുത്ത് വയ്ക്കും. കല്ലെടുത്ത് എണ്ണ എടുക്കാറുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ ഒരു സംഭവം ചെയ്യാറുണ്ട്. അതുപോലെ കയറുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് 150 കെട്ടുകൾ ഉണ്ടാക്കി അതിലൂടെ ഇങ്ങനെ ഓരോന്ന് ഉരുട്ടി ഉരുട്ടി ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ചരിത്രം കോപ്റ്റിക് സഭകളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സന്യാസികളുടെ ഇടയിലൊക്കെ ഈ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ആദിമസഭയിലെ ചരിത്രങ്ങൾ വ്യക്തമായി നമ്മളോട് പറയുന്നു. 150 പ്രാവശ്യത്തിലധികം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആദ്യത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1, 2, 3, 4, 5 നൂറ്റാണ്ടുകളിലൊക്കെ ഇത് തുടർന്നു പോന്നു. പിന്നീട് ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അതീവമായ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ പ്രാധാന്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിലാണ് ജപമാല പ്രാർത്ഥന നമ്മളിലേക്ക് കടന്നു വരുന്നത്. 1214 ആദ്യമായിട്ട് ഈ ജപമാല പ്രാർത്ഥന. നമ്മൾ പിന്നെ ജപമാല പ്രാർത്ഥന എല്ലാവരും ചെല്ലാറുണ്ടല്ലോ അല്ലേ? ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കൺവേർട്ട് ആകുന്നത് 1214 മാത്രമാണ്. അപ്പൊ ഈ 12 നൂറ്റാണ്ട് മുഴുവൻ ശ്രേഷ്ഠമായി 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ഏക പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇപ്പം എല്ലാവർക്കും വായിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ ഈ ഒരു പ്രാർത്ഥന വായിക്കാൻ അറിയാവുന്നവനും ഇല്ലാത്തവനും കാണാതെ അറിയാം അല്ലേ? ഈ പ്രാർത്ഥന കാണാതെ അറിയില്ലേ? അപ്പൊ അവനെ ചൊല്ലാനും അവൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുമാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ഇത് എത്രത്തോളം മനുഷ്യ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ, ഇപ്പം കാത്തലിക്സ് ആകട്ടെ, ലാറ്റിൻസ്, നമ്മളെല്ലാവരും ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഇന്നും ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവും. ആ ദിവസം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? കാരണം എന്തോ എല്ലാവരും നമ്മളോട് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നൊരു ഭയങ്കര വിശുദ്ധമായ ഒരു ദിവസം ഒന്ന് കണ്ണടച്ച. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കുന്നതും നേരെ കുളിച്ച് യാത്രയായി. ഞങ്ങള് മഠത്തിലാണ്, അതായത് സിസ്റ്റേഴ്സിന്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് നിരയായിട്ട് പള്ളിയിലോട്ട് വരുന്നു. ഞാൻ ഈ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു തലകറക്കമൊക്കെ ഉണ്ടായി. ടെൻഷനും കൊണ്ടാണോ എന്തോന്നും അറിയത്തില്ല. അങ്ങനെ ചർച്ചിൽ വന്നു, അതിനുശേഷം നിൽക്കുന്നതും ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എല്ലാ വ്യക്തിയുടെയും ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഭയങ്കര ഓർമ്മയായിരിക്കും. അത് മാത്രമല്ല, ആദ്യമായിട്ട് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ കണ്ണുകളൊക്കെ അടച്ച് വളരെ ഭയഭക്തിയോടെ വിശുദ്ധിയോടെ നിന്നിട്ടാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കുറഞ്ഞു. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഇത് എന്ത് വെറുതെ ചെല്ലുക, നാവ് നീട്ടുക, കഴിക്കുക, ഈ അവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, നിങ്ങളൊക്കെ വിശുദ്ധരാണ്, എന്തായാലും നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് യോഗ്യതയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു പ്രായം ഒരു 10-25 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വർഷത്തിലൊരിക്കൽ ഇത് സ്വീകരിക്കണമല്ലോ എന്ന ചിന്തയിൽ ഞാൻ പോയി വെറുതെ നാവ് നീട്ടി സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് എൻ്റെ ലൈഫിൽ വന്നു. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ. ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഒരു പ്രശ്നമുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? നേരത്തെ റോയ് ബ്രദർ പറഞ്ഞ പോലെ വെള്ളം ആ എയർപോർട്ട് ഭാഗത്തെ ചുറ്റും മുട്ടോളം വെള്ളം എത്തിക്കഴിഞ്ഞപ്പോ പ്രാർത്ഥന ഭയങ്കര ശക്തമാണ്. കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറരുത്. നമ്മൾ പ്രാർത്ഥിക്കില്ലേ? ഭയങ്കര ശക്തിയായിട്ട് പ്രാർത്ഥിക്കില്ലേ? ഓക്കി കാറ്റിൽ എൻ്റെ ഭവനത്തിലെ ഒരാള് കടലിൽ പോയി തിരിച്ചു വരാനുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന എത്രത്തോളം ശക്തമായിരിക്കും. എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ അനിയനോ ബന്ധുക്കാരോ ആരെങ്കിലും ഒരാൾ കടലിലാണ്, കാറ്റും കോളും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ശക്തമായിരിക്കും? അതീവ ശക്തമായിരിക്കും. പ്രത്യേകിച്ച് ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അതുപോലെ തന്നെ ഇങ്ങനെ മുരടിച്ച് പോകും. ശരിയാണോ തെറ്റാണോ? ആണോ? ശരിയാണ്.
പ്രസവവേദന അടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശക്തമായിരിക്കും. പ്രസവവേദന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ കളിപ്പിക്കലായിരിക്കും. പ്രാർത്ഥനയൊന്നും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. ചെങ്കടലിന് മുൻപിൽ നിൽക്കുമ്പോൾ, മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോയുടെ സൈന്യം നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന ശക്തമായിരിക്കും. പക്ഷേ ചെങ്കടൽ പിളർത്തി, ജോർദാൻ പിളർത്തി, ജെറീക്കോയും കടന്ന് എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് എവിടെ കാനാൻ ദേശത്ത് ചെന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥന പതിയെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. നമുക്കൊരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ ഭയങ്കര തീഷ്ണതയാണ്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാം അറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. പക്ഷേ എവിടെയാണോ നമ്മള് പാലം കടന്ന് അപ്പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ പിന്നെ പ്രാർത്ഥനയും വേണ്ട, പ്രാർത്ഥനക്കാരും വേണ്ട, പ്രാർത്ഥന കൂട്ടായ്മയും വേണ്ട, ബൈബിളും വേണ്ട, വചനവും വേണ്ട, ക്രിസ്തു ഒന്നും വേണ്ട. എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പിന്നെയും പഴയപടി പോകുന്നൊരു കാര്യമുണ്ട്. ഇത് ഒരു കൂട്ടായ്മയിലല്ല, ഒരു സഭയിലല്ല, ലോകത്ത് ആകമാനം ഇത് തന്നെയായിരുന്നു. ഇസ്രായേൽ ജനം ആയിരുന്നോ? ഇത് തന്നെയായിരുന്നില്ലേ? ചെങ്കടൽ കടക്കാൻ നേരത്ത് ഭയങ്കര തീഷ്ണതയായിരുന്നു അല്ലേ? ചെങ്കടൽ പിളർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. ജലത്തിന്റെ നടുവിലൂടെ അവർ ഓടിപ്പോയി, അവർ വിളിച്ചു പറഞ്ഞു, അവർ ഘോഷിച്ചു. മോശയ്ക്ക് ആഘോഷം കൊടുത്തു. ദാവീദ് വിജയിച്ചപ്പോ ദാവീദിനും അവർ ജയ് വിളിച്ചു എന്ന് വേണ്ട, ഇങ്ങനെയെല്ലാം പോയി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരെ പ്രാർത്ഥന പോയി. ഇവര് നേരെ അന്യാരാധനയിലേക്ക് പോയി. അപ്പുറത്ത് നിൽക്കുന്ന അശേരയാണ് കുറച്ചുകൂടി ബെറ്റർ, ഇപ്പുറത്ത് നിൽക്കുന്ന ദാഗോനാണ് കുറച്ചുകൂടി നല്ലത്. ആ ദാഗോന്റെ വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പവറുണ്ട്, അശേരയുടെ ശക്തി കുറച്ചുകൂടി സൂപ്പർ. ഇങ്ങനെ അവൻ മറ്റു വിഗ്രഹങ്ങളിലേക്കും മറ്റു ചിന്തകളിലേക്കും അവൻ പോകാൻ തുടങ്ങി. യഹോവയെ കുറിച്ച്, ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ബോധ്യങ്ങൾ കുറഞ്ഞ് 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 താഴോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരുടെയും പ്രശ്നമാണ്. എല്ലാ വ്യക്തികളിലും ഇതേ പ്രശ്നമുണ്ട്. വചനം ശക്തമായി നമ്മൾ അറിഞ്ഞ കാലത്ത് നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്നു. പക്ഷേ കുറച്ചു കാലം വചനമൊക്കെ കേട്ട് കുറച്ച് വളർന്ന് പ്രാർത്ഥനയിലൊക്കെ ശക്തമായി ദൈവവചനമൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ പ്രാർത്ഥന കുറഞ്ഞോ അവിടെ സാത്താൻ കയറി അവരിൽ പ്രവേശിക്കാൻ തുടങ്ങും. നമ്മൾ നോക്കുക, 1, 2, 3 നൂറ്റാണ്ടുകളിൽ പീഡനമായിരുന്നു, മുഴുവൻ പ്രശ്നമായിരുന്നു, മുഴുവൻ പ്രോബ്ലംസ് ആയിരുന്നു. സഭ സന്തോഷകരമായി മീറ്റിംഗ് കൂടിയ സമയമായിരുന്നോ 1, 2, 3 നൂറ്റാണ്ട്? ആണോ? അല്ല, ഭയങ്കര പ്രതികൂലം നിൽക്കുകയായിരുന്നു. ആ പ്രതികൂലം നിൽക്കുന്ന സമയത്ത് സഭ എന്ത് ചെയ്തു? ശക്തമായി ദൈവത്തെ വിളിച്ച് സ്വർഗസ്ഥനായ പിതാവ് എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു 10-ാം നൂറ്റാണ്ടൊക്കെ ശേഷം നോക്കുമ്പോൾ സഭ അധികാരത്തിന്റെ കീഴിലായി. എല്ലാ സഭകളും, അത് പാശ്ചാത്യ സഭയാകട്ടെ പൗരസ്ത്യ സഭയാകട്ടെ എന്ത് തന്നെയാണെങ്കിലും അത് നല്ല സമ്പത്തും അത്യാവശ്യം 10 പുത്തനൊക്കെ ആയി കാര്യങ്ങളൊക്കെ നടന്ന് തിന്നാനും ഉടുക്കാനും എല്ലാ കാര്യങ്ങളും സെറ്റായി അധികാരവും വടിയും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറങ്കാലിന് മടക്കി കർത്താവിനെ എറിഞ്ഞു. പിന്നെ കർത്താവും വേണ്ട, സ്വർഗസ്ഥനായ പിതാവും വേണ്ട, ഒന്നും വേണ്ട എന്ന തരത്തിലേക്ക് വന്നു. 12-ാം നൂറ്റാണ്ടെത്തി കഴിഞ്ഞപ്പോൾ പൗരസ്ത്യ സഭ നേരെ പാശ്ചാത്യ സഭ അതിന്റെ പൂർണ്ണമായ തലത്തിൽ മാറി. ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന 5 പ്രാവശ്യമാക്കി മാറ്റി. നമ്മൾ 50 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇത് ന്യായമാണോ, യുക്തമാണോ? നിങ്ങളുടെ മനസാക്ഷിക്ക് ഉത്തരം കൊടുത്താൽ മതി, എനിക്ക് വേണ്ട ഉത്തരം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ട പ്രാർത്ഥന 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്നത് 5 പ്രാവശ്യത്തിലേക്ക് ചുരുക്കി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ബൈബിളിൽ ഉള്ളതാ. കൃപ നിറഞ്ഞ മറിയമേ എന്നാ കിടക്കുന്നത്, ബൈബിളിൽ ഉള്ളതാ അത്. പക്ഷെ അതേ വചനം നമ്മൾ 150 പ്രാവശ്യം എന്നുള്ളത് 5 പ്രാവശ്യമാക്കിയിട്ട് 50 പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ചൊല്ലി. ഇത് ന്യായമാണോ, യുക്തമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇനി സ്വർഗസ്ഥനായ പ്രാർത്ഥനയുടെ പ്രാധാന്യം സഭയിലുള്ള വിശ്വാസികൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന നവോത്ഥാന പ്രസ്ഥാനക്കാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റോ പെന്തക്കോസ്തോ വിപ്ലവങ്ങളായിട്ട് മുന്നോട്ട് പോയ അനേക ജനതകൾ അവരെന്ത് ചെയ്തേ? അവരും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം അവരും എടുത്തു കളഞ്ഞു. അവർക്കും അതിന് യാതൊരു താല്പര്യമില്ല. അവർ നേരത്തെ പറഞ്ഞ പോലെ പാൽപ്പൊടി ഒന്നും ഇനി ആവശ്യമില്ല, കുറുക്കൊന്നും ഇനി വേണ്ട, ഇനി കട്ടിയുള്ള ആഹാരം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ എടുത്തു കളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ നമ്മളെല്ലാവരും? ഈ പ്രാർത്ഥന വചനത്തിൽ ഉള്ളതാണോ? നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. അതായത് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ദൈവം, കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ നേരത്തെ ചോദിച്ചു, സാധാരണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾ ഇവിടുന്ന് ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റുപാടും അല്ലെ? അങ്ങനെയല്ല ചെയ്യാറ്.
നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാറുണ്ടോ? എന്താണ് ഈ വിളിയുടെ പ്രത്യേകത? എന്താണ് ദൈവം ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞത്? ആരെയാണ് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞത്? അബ്ബാ പിതാവിനെ അല്ലേ? ആർക്കും വേറെ സംശയമൊന്നുമില്ലല്ലോ. ആരെയാണ് അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ പറഞ്ഞത്? ദൈവത്തെ, യഹോവയെ, സർവശക്തനായ ദൈവത്തെ അബ്ബാ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പല ആശയങ്ങൾ അതിനകത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, ഒരുവനെ ഞാൻ വിളിക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്, പല അർത്ഥ വ്യതിയാനങ്ങളുണ്ട്. എൻ്റെ മകൻ എന്നെ എന്ത് വിളിക്കും? അപ്പ എന്ന് വിളിക്കും. അപ്പ എന്ന് വിളിക്കും. എൻ്റെ മകൻ എന്നെ അപ്പ എന്ന് വിളിക്കും അല്ലെ? അങ്ങനെയല്ലേ വിളിക്കണ്ടേ? പിതാവേ എന്ന് വിളിക്കാം, ഫാദർ എന്ന് വിളിക്കാം, പപ്പ എന്ന് വിളിക്കാം, ഡാഡി എന്ന് വിളിക്കാം. ഇങ്ങനെ ഏത് വാക്ക് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. അയൽക്കത്തുള്ള വീട്ടിൽ ആരെങ്കിലും എന്നെ വിളിക്കും അങ്ങനെ. അങ്ങനെ വിളിച്ച് അയൽക്കത്തുകാരോട് സംശയിക്കും, ഡൗട്ട് അടിക്കും. എൻ്റെ മകനാണ് എന്നെ എന്ത് വിളിക്കേണ്ടത്? പപ്പ എന്ന് വിളിക്കേണ്ടത്. അപ്പൊ മക്കളാണെങ്കിൽ എന്ത് വിളിക്കാം? പപ്പ എന്ന് വിളിക്കാം. അതാ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഒരുവൻ വിളിക്കുന്നുവെങ്കിൽ, അവൻ ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ, ഞാൻ അംഗീകരിക്കുന്നു, സ്വർഗം അംഗീകരിക്കുന്നു എന്നെ മകനായി, ഞാൻ അംഗീകരിക്കുന്നു ദൈവത്തെ എൻ്റെ പിതാവായി ഞാൻ അംഗീകരിക്കുന്നു. ഒന്നാമത്തെ ആശയം അതാണ്. ഞാൻ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ അപ്പനായി ഞാൻ ഏറ്റുപറയുന്നു. ഈ ഏറ്റുപറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ യേശു പറഞ്ഞൊരു ഉപമയുണ്ട്, ധൂർത്തപുത്രന്റെ ഉപമ. ധൂർത്തപുത്രന്റെ ഉപമ. അവിടെ എൻ്റെ പിതാവ് അവിടെ സുഭിക്ഷമായി ജീവിക്കുന്നു, ഞാനോ ഈ പന്നിക്കൂട്ടിൽ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഇവിടെ ധൂർത്തപുത്രന്റെ ഉപമയിൽ കൃത്യമായിട്ട് അവൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പാപിയാണ്, എന്നാൽ എൻ്റെ ദൈവം സമ്പന്നനാണ്. ഞാൻ പാപമുള്ളവനാണ്, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. അവൻ വന്നിട്ട് പറയാ, പിതാവേ നിന്റെ അവകാശം എനിക്ക് തരണം എന്നാണ് പറഞ്ഞേ. നിന്റെ സേവകരിൽ ഒരുവനായി എന്നെ ഒന്ന് കാണണം. അവിടെ ദൈവപിതാവ് അവനെ സേവകനാക്കുകയല്ല, പകരം അവനെ ശ്രേഷ്ഠനായി അവന്റെ പാദരക്ഷകൾ അണിയിച്ച് അവനെ അരപ്പട്ട കെട്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് മുദ്രമോതിരം അവനെ ധരിപ്പിച്ച് മകൻ തന്നെയായി സ്വീകരിച്ചു. അല്ലെ? മകൻ തന്നെയായി സ്വീകരിച്ചു. അല്ല വേലക്കാരനായിട്ടാണ് സ്വീകരിച്ചേ? അല്ല, മകൻ തന്നെയായി സ്വീകരിച്ചു. ഈ ആശയം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരുവൻ അവന്റെ അതരം തുറന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഞാൻ പാപിയാണ്, എന്നാൽ എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം സർവശക്തനാണ്, സകല പാപത്തിനും എന്നെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ അവനാണ് എന്നവൻ ഏറ്റുപറയുക, അവൻ സമ്മതിക്കുക. ഒരു ധൂർത്തപുത്രൻ എന്തു പറഞ്ഞുവോ, ദൈവസന്നിധിയിൽ എന്ത് വിളിച്ചു പറഞ്ഞുവോ അതേ കാര്യം തന്നെ നമ്മൾ വിളിച്ചു പറയുക. നിങ്ങൾ വിളിച്ചു പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതല്ലേ നിങ്ങൾ ചെല്ലാറ്. ഞാൻ പറയണത്, ഞാൻ പള്ളിയിലായിക്കൊള്ളട്ടെ, നമ്മുടെ കൂട്ടായ്മയിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തുടങ്ങി ഞാൻ തുടങ്ങും. അവിടെ നിന്ന് എപ്പോൾ സ്വർഗസ്ഥനായ പിതാവെന്ന് തുടങ്ങുന്നു അവിടെ തുടങ്ങി ഞാനും തുടങ്ങും സ്വർഗസ്ഥനായ പിതാവേ. അല്ലാതെ സ്വർഗസ്ഥനായ പിതാവെന്ന് അവിടെ നിന്ന് ഏറ്റി വന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ പറയുന്ന പരിപാടിയില്ല. മുഴുവൻ ഞാൻ പറയും. ഞാൻ വിളിക്കും സ്വർഗസ്ഥനായ പിതാവേ. കാരണം എൻ്റെ പാപങ്ങളെ മാറ്റി എൻ്റെ പിതാവ് എന്നെ വിളിച്ചവൻ എൻ്റെ അപ്പനാണെന്ന ബോധ്യമാണ് എന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് എന്നെ വിളിക്കാൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നവന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ വെറുതെ അല്ല ദൈവത്തെ വിളിക്കുന്നത്. നിങ്ങൾ മക്കളായതുകൊണ്ട് എന്ത് വിളിക്കണം? ആബാ പിതാവേ, ആബാ പിതാവേ. ഇത് എഴുതിയതാരാ? പൗലോസ് അപ്പോസ്തലനാ. അതെ, ഗലാത്യ ലേഖനം എഴുതിയത്. അപ്പസ്തോലന് തോന്നിയിട്ടില്ല ഈ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് അത് പാൽപ്പൊടിയും പാലും അല്ലെങ്കിൽ കുറുക്കുവാണെന്നൊന്നും തോന്നിയിട്ടില്ല. അത് കട്ടിയുള്ള ആഹാരം തന്നെയാട്ടാ. ആർക്ക് തോന്നിയേ? അപ്പസ്തോലന് തോന്നിയേ. അതുകൊണ്ടല്ല അപ്പസ്തോലൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ മക്കളാകൊണ്ട്, നിങ്ങൾ മക്കളായതുകൊണ്ട് നിങ്ങൾ എന്ത് വിളിക്കണം? അബ്ബാ പിതാവേ എന്ന് വിളിക്കണം. കാരണം നിങ്ങൾ വെറുതെ വന്നവരല്ല, നിങ്ങൾ അവകാശികളാ. ആ അവകാശം പ്രാപിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതായതുകൊണ്ട് നമ്മളെ ദൈവം അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചു. വായിച്ചോ, ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നവന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നീ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പുത്രന്റെ ആത്മാവിനെ നിന്നിലേക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. അടുത്ത വാക്യം വായിച്ചോ. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. നിങ്ങൾ ഇനി ആ ഉപമയിലേക്ക് ഒന്ന് കണക്ട് ചെയ്തേ.
ധൂർത്തപുത്രന്റെ ഭൂമിയിലേക്ക്. ധൂർത്തപുത്രൻ എന്താ പറഞ്ഞേ? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണം. കർത്താവ് പറഞ്ഞു, നീ ദാസനല്ല, പുത്രനായി നിന്നെ സ്വീകരിച്ചു. നീ പാപം ഏറ്റു പറഞ്ഞു സ്വർഗീയ പിതാവിനെ വിളിക്കുമ്പോ, അപ്പോ ഈ ഒരൊറ്റ വാക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം വരെ വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈബിളിൽ അത്രയധികം ആശയം കിടക്കുന്ന ഈ ഒരു കാര്യത്തില്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്ന ഒറ്റ വാക്കിൽ കിടക്കുക ആശയങ്ങൾ. അപ്പോ മക്കളായതുകൊണ്ട് നീ ധൂർത്തപുത്രന്റെ ഉപമ വെച്ച് നോക്കിയാൽ നീ ദാസനല്ല, നീ അവകാശിയാണ്. അതുകൊണ്ട് ഈ അവകാശം എന്ന് പറയുന്നത് എന്തൊക്കെയാ? അവകാശം എന്ന് പറയുന്നത് എന്തൊക്കെയാ? എന്റെ മകൻ എന്റെ എന്തൊക്കെ കാര്യത്തിൽ അവകാശിയാ? എന്തൊക്കെ കാര്യത്തിൽ എന്റെ മകൻ എന്റെ അവകാശി? ഞാൻ നാളെ മരിച്ചുപോയി, എന്റെ എന്തൊക്കെ കാര്യത്തിൽ അവന് അവകാശമുണ്ട്? സകല കാര്യത്തിൽ അവകാശമുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ അവന് അവകാശം ഇല്ലാത്തതുണ്ടോ? എന്റെ സ്വത്താകട്ടെ, എന്റെ പാരമ്പര്യമാകട്ടെ, എന്റെ അനുഗ്രഹം, എല്ലാത്തിലും അവൻ അവകാശമുണ്ട്. സകലത്തിലും അവൻ അവകാശിയാ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ദൈവ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുന്നവന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്, എല്ലാവിധ കൃപാവരങ്ങളും ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുണ്ട്. സകല അവകാശങ്ങളും അവൻ ഇതിലൂടെ കടന്നു വരുന്നത്, ഈ വിളിയിലൂടെ കടന്നു വരുന്നത്. ഞാൻ വിളിച്ചില്ലെങ്കിലോ, എന്റെ മോൻ എന്നെ അപ്പ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ മക്കള് നമ്മളെ സംസാരിക്കുന്നില്ല, നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, എന്നെ അപ്പാന്ന് വിളിക്കുന്നത് പോലും അവൻ എന്തോ ഒരു അലർജിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്തുവാ? എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ സംഭവം പ്രശ്നമുണ്ട്. അതരം തുറക്കാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം. നമ്മൾ മത്തായി സുവിശേഷം 6:9 വായിച്ചുകൊണ്ടിരുന്നത്, അതൊന്നുകൂടി വായിച്ചോ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവിടെ ഒരു സ്വർഗസ്ഥനായ എന്ന് വിളിച്ചിട്ട് തൊട്ടടുത്ത വാക്യം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ പിതാവേ. എന്റേതാണോ? സഭയ്ക്കൊരു പ്രത്യേകത ഉണ്ടാകണം. സഭയുടെ പ്രത്യേകത എന്താണ്? സഭ ഏകമാണ്. അത് ഞങ്ങൾ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. എൻ്റെ മോനും മോളും രണ്ടെണ്ണം കൂടി ഇടയ്ക്ക് അടികൂടും. അതായത് എത്രയും ഏജ് വ്യത്യാസമുണ്ട്. ഒരുത്തിന് 13 വയസ്സായി, മറ്റേതിന് 3 വയസ്സായിട്ടുള്ളൂ. 10 വയസ്സ് വ്യത്യാസമുണ്ട് രണ്ടെണ്ണം തമ്മിൽ. അടികൂടുന്ന കാര്യം എന്താ പറയുമ്പോൾ, എന്തെങ്കിലും പറഞ്ഞു വഴക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ഓടി വന്നിട്ട് ഇത് എൻ്റെ പപ്പയാണെന്ന് പറയും. എൻ്റെ കാലെ പിടിച്ചിട്ട് ഇത് എൻ്റെ പപ്പയാണെന്ന് പറയും. അപ്പൊ അവൻ വന്നിട്ട് പറയും അല്ല എൻ്റെ പപ്പയാണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ രണ്ടുപേരുടെയും പപ്പയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടെണ്ണത്തിനും അടി കൂടാനൊരു സന്തോഷം, ഇതെന്റെ പപ്പയാണ്. അപ്പൊ മറ്റവൻ പറയുന്നത് എന്റെ പപ്പയാണ്. അത് രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്, ഓക്കെ. പക്ഷെ ഇത് രണ്ടുപേർക്കും തല്ലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുറച്ചേരം കഴിയുമ്പോൾ രണ്ടിനെയും പിടിച്ച് രണ്ടും പേടിപ്പിച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. വീണ്ടും അടുത്ത വിഷയം വരുമ്പോൾ പിന്നെയും വന്നിട്ട് പറയും ഇതെന്റെ പപ്പയാണ്, ഇതെന്റെ മാത്രം പപ്പയാണ്. ഇപ്പോഴത്തെ പുതിയ വാക്കാ, ഇതെന്റെ മാത്രം പപ്പയാണ്. പുതിയ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു അറിയത്തില്ല. എന്തായിരിക്കണം സഭ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതായത് കൂട്ടായ്മ. ഇവിടെ കൂട്ടായ്മയിൽ ഒരു വിഭാഗീയ ചിന്തയില്ല. അവൻ ശരിയല്ല, ഇവൻ വേറെ, അവൻ, ഇങ്ങനെ ഒരു കാര്യമില്ല. ഒറ്റക്കെട്ടായിരിക്കണം കൂട്ടായ്മ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്, ദൈവം ചെയ്യും. ആ ഒരു മനസ്സുണ്ടാകാൻ വേണ്ടി, ഒരേ മനസ്സും ഒരേ ആത്മാവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കൂട്ടായ്മ ഉണ്ടാകണം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ചത്. വീണ്ടും നമ്മളൊരു വചനം കൂടി വായിക്കാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ എന്ന് വിളിച്ച്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച്, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇനി ആരുടെയും അടിമകളല്ല, അടിമത്തത്തിലല്ല, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചത്. ഒന്നുകൂടി വായിച്ചോ വചനം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൈക്കൊണ്ടത് അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പകരം പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ. പുത്രനാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഞാൻ ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ബോധ്യമുള്ളവരെന്ന് പറഞ്ഞേ. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രിയാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഇത് വിശ്വസിക്കണം, ഇത് ഏറ്റുപറയണം പലപ്പോഴും. ഇനി
ഈ പിതാവ് എവിടെയാണെന്നാ പ്രാർത്ഥിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവ് എവിടെയാ? പിതാവ് എവിടെ ഇരിക്കണേ? സ്വർഗത്തിലിരിക്കുന്നു അല്ലെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തിൽ ആർക്കൊക്കെ ഇരിക്കാൻ പറ്റും? ആർക്കൊക്കെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റും? എൻ്റെ പിതാവ് സ്വർഗത്തിലാണ്, എൻ്റെ പിതാവ് പരിശുദ്ധനാണ്. പരിശുദ്ധിയുള്ളവരെ സ്വർഗത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അല്ലാതെ പറ്റുമോ? അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ അപ്പൊ സ്വർഗത്തിൽ തിന്മയ്ക്ക് കയറാൻ പറ്റുമോ? സാത്താന് കയറാൻ പറ്റുമോ? ഉന്നത സ്വർഗത്തിൽ സാത്താന് വല്ല പ്രവേശനമുണ്ടോ? അവൻ അടിച്ചു പുറത്താക്കിയിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി സാത്താന് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. ഇതിപ്പോ നമ്മുടെ ഒരു കൂട്ടായ്മയല്ലേ? ഈ കൂട്ടായ്മയ്ക്കകത്ത് സാത്താന് പ്രവേശിക്കാൻ പറ്റുമോ? സാത്താന്റെ ശക്തികൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ? പ്രാർത്ഥന നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊന്നും ചെയ്തിട്ടല്ല. കാരണം ഇതിന്റെ ചുറ്റും ഒരു ദൈവിക വലയമുണ്ട്, ഒരു ദൈവിക സംരക്ഷണമുണ്ട്. അത് മനുഷ്യന് അതിന്റെ അകത്ത് അതിക്രമിച്ച് കയറാൻ പറ്റത്തില്ല. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റില്ല. കാരണം ദൈവത്തിന്റെ ഒരു വലയം അവിടെയുണ്ട്. അപ്പൊ നമ്മളവിടെ സ്വർഗസ്ഥനായ പിതാവേ, ആ ബോധ്യം ഉണ്ടാകണം. എൻ്റെ പിതാവ് എവിടെയാണ്? എൻ്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. അതിൻ്റെ അവകാശിയാണ്. സ്വർഗം എനിക്ക് വേണ്ടി അവൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, അവൻ എനിക്ക് വേണ്ടി സ്വർഗം വെച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 18-ാം വാക്യം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം സത്യമായി 2 പ്രാവശ്യം പറഞ്ഞു. അതിനി മാറ്റമില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അടുത്ത വാക്യം വായിച്ചോ. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. യാതൊരുവിധ വ്യത്യാസവും ഇല്ല. പിതാവ് എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ പുത്രൻ ചെയ്യുന്നു. അപ്പോ ഈ വിളി നമ്മളിപ്പോ പിതാവേ എന്ന് വിളിച്ചു. നേരത്തെ നമ്മൾ ചോദിച്ചു, അത് അബ്ബാ പിതാവിനെ മാത്രമല്ല നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത്. ആ അബ്ബാ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് യേശു വരുന്നുണ്ടോ? കാരണം ഈ പ്രാർത്ഥന പഠിപ്പിച്ചാരാ? യേശുവാണ്. അപ്പൊ അതിനകത്ത് യേശു ഉണ്ടോ? സംശയമാണ്. ചിലർക്ക് സംശയമാണ്, ചിലർക്ക് ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:18 എന്താ പറഞ്ഞത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാനായിട്ട് അവന് സാധിക്കത്തില്ല. അപ്പോ ഈ ദൈവം കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ഇഷ്ടമല്ല, അത് പിതാവിന്റെ ഇഷ്ടം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒന്നാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാതൊരുവിധ വ്യത്യാസവുമില്ല, യാതൊരുവിധ ചേഞ്ചും ഇല്ല. ഇനി മത്തായി സുവിശേഷം 6:9 മുതൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്ന് അടയാളം വെച്ചോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. ആരുടെ നാമം പൂജിതമാകട്ടെ? പിതാവിന്റെ നാമം അല്ലെ? അങ്ങയുടെ നാമം. അപ്പൊ പുത്രന്റെ നാമം പൂജിതമാകണ്ടേ? പുത്രന്റെ നാമം പൂജിതമാകണ്ടേ? ആകണം. പരിശുദ്ധാത്മാവിന്റെ നാമം. അപ്പൊ നിങ്ങൾ പുത്രന്റെ നാമം പൂജിതമാകണം നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ നാമം പൂജിതമാകണം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാറ്? ദൈവത്തിന്റെ നാമം പൂജിതമാകണം എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാറ്? പിതാവിന്റെ നാമം എന്താണ്? പിതാവിന്റെ നാമം എന്തുവാ? എന്താണ് പിതാവിന്റെ നാമം? പിതാവ് തന്നെ വെളിപ്പെടുത്തിയ നാമം എന്താണ്? ഞാനാകുന്നു എന്ന് പറയുന്ന യഹോവ എന്ന നാമം, യാഹുവേ എന്ന നാമമാണ് പിതാവ് തന്നെ വെളിപ്പെടുത്തിയ നാമം. എന്താണ് പുത്രന്റെ നാമം? യേശു. യഥാർത്ഥത്തിൽ പുത്രന്റെ ഒറിജിനൽ പേരെന്താണ്? യഹോശുവ, അല്ലെങ്കിൽ യഹോവ രക്ഷിക്കുന്നു. പിതാവിന്റെ നാമം തന്നെയല്ലേ പുത്രനും? വ്യത്യാസം വല്ലതുണ്ടോ? പിതാവ് യഹോവ എന്ന് പറയുമ്പോൾ പുത്രൻ പറയുക യഹോശുവ, അതായത് യഹോവ രക്ഷിക്കുന്നു, അതായത് രക്ഷകനായ യാഹുവേ എന്ന് തന്നെയല്ലേ പുത്രന്റെ നാമം? വല്ല വ്യത്യാസമുണ്ടോ? പിതാവിന്റെ അതേ നാമം തന്നെ പുത്രന്റെ നാമത്തിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 10 മുതൽ 12 വരെ. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്
ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതായത് അപ്പസ്തോലന്മാർ വിളിച്ചു പറയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു നിൽക്കുന്നത്. അടുത്ത വാക്യം വായിച്ചോ. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ആ കല്ലാണ് യേശു. ആ കല്ലാണ് യേശു. മറ്റാരിലും മറ്റൊരാളിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമവും. അതായത് ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ നാമമായി അപ്പസ്തോലനോട് പറഞ്ഞു വെച്ചിട്ട് ഏത് നാമമാണ്? യേശുവിന്റെ നാമമാണ്. യേശു സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചപ്പോ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അതായത് ഏറ്റവും ഉന്നതമായി അങ്ങയുടെ നാമം നിൽക്കണമേ എന്ന് യേശു പറഞ്ഞു പഠിപ്പിച്ചു. അത് കേട്ട് പഠിച്ച് പ്രാർത്ഥിച്ച അതേ ശിഷ്യനായ പത്രോസോട് വിളിച്ചു പറയാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഒരേ ഒരു നാമം. ഏത് നാമം? യേശുവിന്റെ നാമം. മറ്റൊരു നാമവും ഇല്ല. അപ്പൊ യേശുവിന്റെ നാമവും യഹോവയുടെ നാമവും ഒന്ന് തന്നെയാണെന്ന് അവിടെ വളരെ ക്ലിയർ ആയിട്ട് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചു വെച്ചു. യോഹന്നാന്റെ സുവിശേഷം 5:43 ഒന്ന് വായിക്കാമോ? ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. അതായത് ഞാൻ എന്റെ ആരുടെ നാമത്തിൽ വന്നേ? യേശു ആരുടെ നാമത്തിൽ വന്നേ? പിതാവിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ, സർവശക്തനായ അതേ ദൈവത്തിന്റെ നാമത്തിലാണ് യേശു വന്നിരിക്കുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ. ഒറ്റ നാമേ ഉള്ളൂ രണ്ടുപേർക്കും, പരസ്പരം വ്യത്യസ്തമായ നാമമാണത് അല്ല. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. യഹോവ എന്ന യഹോശുവ, യഹോവ രക്ഷിക്കുന്നു, രക്ഷിക്കുന്നവനായ യാഹ്വേ എന്ന നാമത്തിൽ ഞാൻ വന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്തായി സ്വീകരിക്കണം? യേശുവിനെ ദൈവ പിതാവായി തന്നെ സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12:13 വായിച്ചോ. ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശുവിനെ ജനം വിളിച്ചു പറഞ്ഞത് ആരുടെ നാമത്തിലായി വന്നെന്ന് പറഞ്ഞേ? കർത്താവിന്റെ നാമത്തിൽ. കർത്താവ് എന്ന് അവർ ഉദ്ദേശിക്കുന്ന ആരെയാ? യഹോവ. യഹോവയുടെ നാമത്തിൽ വരുന്നവന് ഹോസാന. പുതിയ നിയമത്തിൽ അനേക റെഫറൻസുകളുണ്ട്. യേശു വന്നത് പിതാവിന്റെ നാമത്തിലാണ്. യേശു തന്നെ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. ഇപ്പോ ഇവിടെ പിതാവിന്റെ ഇപ്പോ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. ഒരാൾക്ക് വേറൊരാളുടെ നാമത്തിൽ വരാൻ പറ്റുമോ? രണ്ടാളായിട്ട് വേറൊരാളുടെ നാമത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അങ്ങ് ഒരു ഫേക്ക് എന്ന് പറയും അല്ലേ? ഇപ്പൊ ഡെസ്റ്റിൻ ആന്റണി എന്ന് പറഞ്ഞൊരു എനിക്കൊരു ഐഡി ഉണ്ട് ഫേസ്ബുക്കിൽ. എൻ്റെ അതേ ഐഡി തന്നെ വെച്ചിട്ട് വേറൊരാൾ നിങ്ങളോട് വരിക, കുറച്ച് പൈസ തരുമോ, ഒരു 500 രൂപ എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്യോ, എൻ്റെ ആ നമ്പറിലേക്ക് വേണ്ട വേറെ നമ്പറിലേക്ക് മതി എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുമോ? അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കും. നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമ്മുടെ പടം ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുപോയിട്ട് ഒന്ന് ചാറ്റ് ചെയ്യും, മെസ്സഞ്ചറിലോ ഇതിലൊക്കെ ചാറ്റ് ചെയ്യും. പാവപ്പെട്ടവര്, പാവം ടെസ്റ്റിൻ കഷ്ടപ്പെടുക, 500 രൂപ ഇല്ലാണ്ട് എവിടെയോ കിടക്കുക, ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അത് വാങ്ങിച്ചത് ഞാനാണോ? അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണോ? അതാരാണ്? ഫേക്ക് ഐ ഡി ആണ്. അങ്ങനെ ഫേക്ക് ഐ ഡി അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരേ അതോറിറ്റി ആയിരിക്കണം, ഒരേ പവർ ആയിരിക്കണം, ഒരേ ആളായിരിക്കണം. യേശു പറയണം, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ഒന്നേ ഫേക്ക് ഐ ഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ ആയിരിക്കണം. യാതൊരുവിധ വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ദൈവവചനം എന്താ പറഞ്ഞത്? പിതാവിന്റെ നാമത്തിലാണ് പുത്രൻ വന്നിരിക്കുന്നത്. ഫേക്ക് ഐ ഡിയിലാണ് വന്നിരിക്കുന്നത് അല്ല, ഒറിജിനൽ ഐഡിയിൽ, അതേ ഐഡിയിൽ തന്നെ യേശു വന്നിരിക്കുക. അതാണ് പറഞ്ഞത്, എന്റെ പിതാവിന്റെ നാമത്തിൽ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞ വചനമാണ് പറഞ്ഞത്, യേശു പറഞ്ഞത്. യേശു നുണ പറയോ? യാതൊരു വിധത്തിലും നുണയും യേശു പറയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. യോഹന്നാൻ 12:13 ഒന്നുകൂടി വായിച്ചു. ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. ജനം മുഴുവൻ ആവേശത്തിൽ വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ
അനുഗ്രഹീതൻ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരുവൻ യേശുവിന്റെ നാമത്തിൽ വരുമ്പോ അവനെ സ്വീകരിക്കത്തില്ല. അപ്പൊ നമ്മളിവിടെ പ്രയറിന് വന്നിരിക്കുന്ന ആരുടെ നാമത്തിലാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആരുടെ നാമത്തിലാണ് വന്നിരിക്കുന്നത്? ഈ ഹോളിൽ, ഈ കസേരയിൽ ഇരിക്കുന്നവർ ആരുടെ നാമത്തിലാണ് വന്നിരിക്കുന്നത്? കത്തോലിക്ക നാമത്തിലല്ലല്ലോ, യാക്കോബായ നാമത്തിലല്ലല്ലോ, ഓർത്തഡോക്സ് നാമത്തിലല്ലല്ലോ, ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ നാമത്തിലല്ലല്ലോ, ഒരു ലീഡറിന്റെ നാമത്തിലല്ലല്ലോ, യേശുവിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു തന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിട്ടും ജനം അംഗീകരിച്ചില്ല. ജനം അവരെ കല്ലെറിഞ്ഞു, ജനം അവനെ ക്രൂശിച്ചു, ജനം അവനെതിരെ തിരിഞ്ഞു. കർത്താവ് പറയുന്നുണ്ട്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാൻ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ നാമത്തിൽ വന്ന അഭിഷിക്തനെ നിങ്ങൾ കല്ലെറിഞ്ഞു. ദൈവത്തിന്റെ നാമത്തിൽ വന്ന അഭിഷിക്തനെ നിങ്ങൾ തെറി വിളിച്ചു, നിങ്ങൾ ചീത്ത പറഞ്ഞു. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ ദൈവത്തെ നീ അറിയത്തില്ല, ദൈവം നിന്നെ നോക്കത്തില്ല, ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ വരുമ്പോ അവൻ ഏത് നാമത്തിലാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കണം. യേശു ഏത് നാമത്തിലാണ് വന്നേ? സ്വർഗസ്ഥനായ പിതാവിന്റെ നാമത്തിൽ, സ്വർഗത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ. ദൈവത്തെ അംഗീകരിക്കാത്തവരോട് പറഞ്ഞു, ഇനി വാള് നിന്റെ കുടുംബം ഒഴിഞ്ഞു പോകത്തില്ല, കഷ്ടത നിന്റെ തലമുറ വിട്ടു പോകത്തില്ല. അത് മാറിയോ? ഇസ്രായേൽ ജനം അത് അനുഭവിച്ചോ ഇല്ലയോ? കാരണം എന്താന്ന് പറഞ്ഞേ, എന്ന് നീ ഇനി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നു, അന്ന് വരെ ശാപം നിന്നെ വിട്ടു പോകത്തില്ല. നീ എപ്പ പറയാൻ തയ്യാറാകുന്നു, നിന്റെ ആദരം എപ്പ തുറക്കുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്ന അഭിഷിക്തൻ, അനുഗ്രഹീതൻ എന്ന് എപ്പ പറയുന്നു, അതുവരെ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. അല്ലെ? അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞേ? അല്ല, മാറ്റമുണ്ടോ? നമുക്കിനി മാറ്റാൻ പറ്റുമോ? എന്തെങ്കിലും ചേഞ്ച് എനിക്കായിട്ട് വരുത്താനുള്ള അവകാശമുണ്ടോ? ഒരവകാശം ഇല്ല. അപ്പൊ ഞാൻ വിളിക്കണം, സ്വർഗസ്ഥനായ പിതാവെന്ന് ഞാൻ വിളിക്കണം, ഞാൻ വിളിച്ചോണം. അനുഗ്രഹിക്കപ്പെട്ട നാമത്തില് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പിതാവിന്റെ നാമത്തിൽ വന്ന ആ നാമത്തെ ഞാൻ വിളിക്കണം. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അതിനിപ്പോ ഏതെങ്കിലും ഒരു മറ്റു കൂട്ടായ്മയിലുള്ളയോ ആരെങ്കിലും വന്നിട്ട് നീ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂ? അങ്ങനെ കേൾക്കാമുള്ളവരാണ് നമ്മള്. ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ? കാരണം നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാ, ഞങ്ങളെ വിളിച്ച സത്യ ദൈവം വിശ്വസ്തനാ. ആ ബോധ്യം നമുക്കുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, അതിന്റെ പിന്നാലെ പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. സ്വർഗം എന്ന് പറഞ്ഞു എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം വായിക്കാം. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു, നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും ചെവി തുറന്ന് കേൾക്കണേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ. നിന്റെ കുടുംബം നശിച്ചു കിടക്കുന്നതിന്റെ കാരണം, നിന്റെ കുടുംബം തകർന്നു കിടക്കുന്നതിന്റെ കാരണം, സാമ്പത്തികമായി നിന്റെ കുടുംബം നശിച്ചു കിടക്കുന്നതിന്റെ കാരണം, നിന്റെ കുടുംബത്തിൽ മക്കൾ പ്രാർത്ഥനയില്ലാതെ കിടക്കുന്നതിന്റെ കാരണം, രോഗം വിട്ടുപോകാത്തതിന്റെ കാരണം, പരിത്യക്തമായി ദൈവം പോലും നോക്കാതെ താഴെ നശിച്ച് തകർന്നു കിടക്കുന്നതിന്റെ കാരണം എന്താണ്? വായിച്ചോ. നിന്റെ കുടുംബം, നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. എപ്പോ വരെ അനുഗ്രഹം വരത്തില്ല എന്ന് പറഞ്ഞു? എപ്പോ കർത്താവിന്റെ അഭിഷിക്തൻ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ നീ സ്വീകരിക്കുന്നുവോ അതുവരെ നിന്റെ കുടുംബം പരിത്യക്തമായിരിക്കും. കൃത്യമായിട്ട് വചനം അങ്ങനെ തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. അപ്പൊ യേശുവിന് കൊടുത്ത നാമം എന്താണെന്ന് വീണ്ടും യേശു പറയുക. നമ്മൾ നേരത്തെ ഒരെണ്ണം വായിച്ചു, പിന്നെയും യേശു പറയുകയാണ്. ജനം മുഴുവൻ പറഞ്ഞു കർത്താവിന്റെ നാമത്തിലാണ് വന്നത്. യേശു പറഞ്ഞു പിതാവിന്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും യേശു ഇവിടെ പറയാണ്
പിതാവിന്റെ നാമമാണ് എന്റെ നാമം. ഒന്നുകൂടി വായിച്ചോ, അത് വാക്യം വായിച്ചോ. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. അതായത് ഒരു കൂട്ടായ്മയായി, ഒറ്റ സമൂഹമായി, ഒരു സഭയായി കൂടെ ഇരിക്കണമെങ്കിൽ ഈ ഒരു പ്രത്യേകത വേണം. എന്താ വേണ്ടത്? വായിച്ചോ, താഴോട്ട് വായിച്ചോ. നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. അവരും ആര്? ഇത് ആരെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്? ഈ 17-ാം അധ്യായം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ശിഷ്യന്മാരുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. നമ്മെ എന്ന് ഉദ്ദേശിക്കുന്ന യേശു ആരെ കുറിച്ചാണ് പറയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി, ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ. ഇവരുടെ ചിന്തയിൽ വല്ല വ്യത്യാസമുണ്ടോ? ആശയത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? പ്രവൃത്തിയിൽ വല്ല വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ഷൻ ഉണ്ടോ? എതിർപ്പുകളുണ്ടോ? യാതൊരു വിധത്തിലുമില്ല. പിതാവ് എന്താണോ അത് തന്നെയാണ് പുത്രൻ, പുത്രൻ എന്താണോ അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒന്നായിരിക്കുന്നത് പോലെ അവരും, ആര്? ശിഷ്യന്മാരും ഒന്നായിരിക്കണം. 12 പേര് ഒന്നായിരിക്കണം. അല്ലാതെ യൂദാസിന്റെ സ്വഭാവം കാണിക്കരുത്. 12 ശിഷ്യന്മാരും ഒന്നായിരിക്കണം. അതിനിടയിൽ ഒരു യൂദാസ് ഉണ്ടാകരുത്, ഒരുവൻ യൂദാസായി മാറരുത്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് വചനം പറയുന്നത്. വായിച്ചോ, ഒന്നുകൂടി വായിച്ചോ. നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്, അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. അവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. പിതാവിന്റെ നാമത്തിൽ, സ്വർഗത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ, യഹോശുവയുടെ നാമത്തിൽ, ആ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. അപ്പോൾ അവിടെയും യേശു പറയുന്നത്, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എന്റെ പേര് എന്ന് പറയുന്നത് പിതാവിന്റെ പേര് തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസവുമില്ല. അതായത് ട്രിനിറ്റിയാണ് ഇവിടെ റെപ്രസെന്റേഷൻ നടക്കുന്നത്. സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുമ്പോൾ പോലും ആ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുന്നതിൽ ആരുണ്ട്? ഇപ്പൊ പിതാവിനെയും പുത്രനെയും കാണാം നമുക്ക്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് റെഫറൻസ് ആയിട്ടില്ല, അല്ലെ? റെഫറൻസ് തരാം. യോഹന്നാൻ സുവിശേഷം 14:26 വാക്യം വായിച്ചോ. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവിനെ അയച്ചു. ആരുടെ നാമത്തിൽ അയച്ചേ? ആരുടെ നാമത്തിൽ അയച്ചേ? യേശുവിന്റെ നാമത്തിൽ ആരയച്ചു? ഒന്നുകൂടി വായിച്ചോ, വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന. അപ്പൊ എന്റെ നാമത്തിലാണ് അയക്കുന്നത്. ആരയക്കുന്നത്? പിതാവാണ് അയക്കുന്നത്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? മെൽക്കിസദേക്ക് എന്നാണോ? ആണോ? ഈ എംബർ എമ്മാനുവൽ വരെ പഠിപ്പിക്കുന്നുണ്ട്. മെൽക്കിസദേക്ക് എന്നാണ് പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് എംബർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ യേശു എന്താ പറഞ്ഞത്? എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവിനെ. വായിച്ചോ, ഒന്നുകൂടി വായിച്ചോ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും, ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. ഇതാരാ പറഞ്ഞേ? യേശു പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവ് ആരുടെ നാമത്തിലാണ് വരുന്നത്? യേശുവിന്റെ നാമത്തിലാണ് വരുന്നത്. അപ്പൊ 3 കാര്യത്തിലും യഹോവ, യഹോശുവ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പേരിൽ നമുക്ക് എന്ത് കാണാം? ഒരു യേശുവിന്റെ നാമം കാണാം. 3 പേരും ഒരേ നാമത്തിൽ തന്നെ വന്നത്. അതാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം വായിച്ചോ. മത്തായി, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പൊ നമ്മൾ സ്നാനപ്പെടേണ്ടത് ആരുടെ നാമത്തിലാ? പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ. ഈ 3 നാമത്തിലാണ് നമ്മൾ സ്നാനപ്പെട്ടെ. ആണോ? ഈ 3 നാമവും ഏതാ നാമം? ഒറ്റ നാമമാണ്. യഹോവ, യഹോശുവ, യേശു. ഇത് എന്റെ നാമം. ഇതിന്റെ അകത്ത് വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. അതായത് അതുകൊണ്ടാണ് വചനം പറഞ്ഞ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അല്ല, നാമത്തിൽ. നാമത്തിൽ ഒരൊറ്റ നാമം, ഏകനാമം, ഒരേ ഒരു നാമം. അതല്ലാതെ മറ്റൊരു നാമമില്ല. ഒരേ ഒരു നാമം. ഇതാരാ നമ്മളെ പഠിപ്പിച്ചേ? യേശുവാണ് നമ്മളെ പഠിപ്പിച്ചേ. ഒരേ ഒരു നാമം, സർവമഹത്വത്തിനും അധികാരമുള്ള സർവശക്തനായ ദൈവത്തിന്റെ നാമം. ഈ നാമം നമ്മൾ വിളിക്കാറുണ്ടോ? സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാറുണ്ടോ? ഈ പിതാവ് എന്നുള്ള വിളി ഇഷ്ടമല്ലാത്ത ആർക്കാ? ഈ പിതാവ് എന്നുള്ള വിളി ഇഷ്ടമല്ലാത്ത ആർക്കാ? ആരാണ് ഈ പിതാവേ എന്നുള്ള വിളിക്ക് എതിരെ നിൽക്കുന്നത്? ആരായിരിക്കും?
ആരായിരിക്കും? ആരായിരിക്കും? യേശുക്രിസ്തു പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞപ്പോ യഹൂദന്മാർ അടങ്ങിയിരുന്നോ? അവരെന്ത് ചെയ്തു? യേശുവിനെ ബെൽസബൂൽ എന്ന് വിളിച്ചു, അല്ലെ? യേശുവിനെ പിതാവ് എന്ന് വിളിക്കുന്നത് ആർക്കത്ര ഇഷ്ടമല്ല. അല്ല, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് ആർക്കിഷ്ടമല്ല? സാത്താൻ ഇഷ്ടമല്ല. മനുഷ്യനോക്കെയാ, സാത്താന് ഇഷ്ടമല്ല. കാരണം യേശുവിനെ കൊല്ലുന്നത് എന്തിനാ? ഇവൻ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു. ഇവൻ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് യേശുവിനെ കൊല്ലുന്നത്, യേശുവിനെ ക്രൂശിക്കുന്നത്. ആ യേശു ആ കൊല്ലാൻ നമ്മൾ ഇട്ടു കൊടുക്കുക. ആരുടെ മുമ്പില്? ഇന്നത്തെ യഹൂദന്റെയും ഫരിസേന്റെ മുമ്പിൽ നമ്മൾ ഇട്ടു കൊടുത്തേക്കുക കൊല്ലാനായിട്ട്. മനസ്സിലായില്ല? യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചപ്പോ എന്ത് ചെയ്തു? പിശാച് മനുഷ്യരിലൂടെയല്ല യേശുവിനെ ക്രൂശിച്ചത്, യേശുവിനെ ക്രൂശിപ്പിക്കാൻ വിട്ടുകൊടുത്തത്, അല്ലേ? നീ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നിനക്ക് എതിരാവും, ദൈവം നിനക്ക് അനുകൂലമായിരിക്കും. മനുഷ്യൻ നിന്നെ എതിർക്കും. ആ മനുഷ്യന് ഇഷ്ടമല്ല നീ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. കാരണം അവനിൽ പ്രവർത്തിക്കുന്ന സാത്താൻ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ അതെന്ത് ചെയ്യണ്ട? നീ അത് 5 പ്രാവശ്യമാക്കി ചുരുക്ക്, മറ്റേതൊരു 50 പ്രാവശ്യമായിട്ട് കൂട്ട്. നമ്മളിപ്പോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തറിയോ? എനിക്കത് തിരുവനന്തപുരത്തുകാരോട് പറയാൻ പോകുന്ന എനിക്കറിയില്ല. തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും കർത്താവ് നടത്തുന്നുള്ള ഉറപ്പുള്ളതൊക്കെ ഇവിടുത്തെ പറയുന്നത്. കടപ്പുറത്ത് നിന്നിട്ട് നന്മ പറഞ്ഞ അറിയപ്പത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പങ്കായങ്ങളായിരിക്കും നമ്മളോട് പിന്നെ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മളെ വൈകാരികമായിട്ടുള്ളൊരു തലമാണ്. പെട്ടെന്ന് ഇമോഷനാവും, നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈശ്വരന്റെ മക്കൾ എന്തായാലും അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഇനിയിപ്പം സാഹചര്യം അനുകൂലം അല്ലെങ്കിലും പ്രതികൂലമായാലും സുവിശേഷം പ്രസംഗിക്കണം. തല്ലുകൊള്ളാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളണം. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ വാങ്ങണം. എന്തിനാ നമ്മൾ വേണ്ടാന്ന് നോക്കുന്നത്? ഈ മോന്ത ഇങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് സുന്ദരനാക്കി പ്ലാസ്റ്റിക്, ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇതെന്തായാലും പുഴു തിന്നും, ഉറപ്പാ, അല്ലേ? നല്ല അടിപൊളി പുഴുവൊന്നും ആയിരിക്കില്ല. എല്ലാ പുഴുവും സെയിമാ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ MBBS പഠിച്ച ഡോക്ടറിന്റെ ആണെങ്കിലും വലിയ ആളുടെ ആണെങ്കിലും സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇവിടെ സാധാരണ പിച്ചക്കാരന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ശരീരം തിന്നുന്ന ഒരു പുഴു തന്നെയാണ്. ഇത് MBBS കാരനാ, അന്ന് മറ്റേ കൂടുതൽ പ്രൗഢിയുള്ള പുഴുക്കൾ വന്ന് തിന്നട്ടെ എന്ന് വെച്ചാൽ മറ്റുള്ളവർ മാറിപ്പോകത്തൊന്നുമില്ല. ഈ ശരീരം എന്തായാലും ഒരു ദിവസം പുഴുവിന് കൊടുക്കാനുള്ളതാ. നമ്മളെന്തിനാ പേടിക്കുന്നത്? വിട്ടുകൊടുത്തേക്കുക. കൊല്ലാൻ തിന്നാണെങ്കിൽ നമുക്ക് അതിനകത്ത് യാതൊരുവിധ ഭയവുമില്ല. അപ്പൊ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ആരാണോ തടസ്സപ്പെടുത്തുന്നത്? നമുക്കൊരിക്കലും പലപ്പോഴും ശ്രദ്ധിച്ചോ, ഈ ഒറ്റയടിക്ക് നോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പൊ നീ പ്രാർത്ഥനയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വരാതിരിക്കോ? നമ്മൾ പറയും ഞങ്ങൾ അനുഭവിച്ച കർത്താവിൻ്റെ അടുത്ത് ഞങ്ങൾ പോകും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകണ്ട എന്ന് പറയില്ല, പകരം വേറെ എന്തെങ്കിലും പറയും. പ്രാർത്ഥന കൂട്ടായ്മയ്ക്കെതിരെ പറയും, പ്രാർത്ഥന ലീഡർക്കെതിരെ പറയും, അല്ലെങ്കിൽ ശുശ്രൂഷകർക്കെതിരെ പറയും, ശുശ്രൂഷകൾക്ക് എതിരെ പറയും, ഇങ്ങനെ പലതിനെതിരെയും പറയും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പതിയെ പ്രാർത്ഥനയിൽ നിന്നും അകന്നു പോകും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കണ്ട എന്ന് പറയത്തില്ല, പകരം എന്ത് പറയും? വേറെ പ്രാർത്ഥിക്കാലോ എന്ന് പറഞ്ഞ് അതിന്റെ എണ്ണം കുറയ്ക്കും. എന്നിട്ട് ഇതിനെ എണ്ണം കൂട്ടും. അതല്ലേ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് അത് ഇല്ലാതാക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലാതാക്കാൻ നമുക്ക് തന്നെ സംശയം തട്ടും. ഇതിന്റെ ഇടയിൽപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറയ്ക്കും. എന്നിട്ട് പ്രാധാന്യമില്ലാത്തതിനെ അതിന്റെ മുകളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. ഞാനതാ പറഞ്ഞത്, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. സാത്താനാണത്. അതുകൊണ്ടാണ് യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചപ്പോ അതേ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തതിന്റെ കാരണം അതാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ആദ്യത്തെ വാക്യം വിട്ടുപോയിട്ടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം നമ്മൾ ഇവിടെ നിന്ന് കൂടുതലായി പറഞ്ഞുകൊണ്ട് ആ നാമം പെടൂല്ലേ? സ്വർഗത്തിലിരിക്കുന്ന നാമം ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ പൂജിക്കപ്പെടത്തുള്ളൂ, അല്ലേ പൂജിക്കപ്പെടത്തില്ലേ? ഞാൻ പറഞ്ഞ ആ നാമത്തിന് എന്തെങ്കിലും കൂടുതൽ മഹത്വം ഉണ്ടാവുമോ? എനിക്ക് മഹത്വം കൂട്ടാൻ പറ്റുമോ? ഇല്ല, യാതൊരു. അതും മഹത്വത്തിലിരിക്കുന്ന നാമമാണ്. സർവമഹത്വത്തിനും അധിപനായ അധികാരിയായ സ്വർഗീയ നാമത്തിന്
ഞാൻ ഇവിടെ നിന്ന് വീണ്ടും മഹത്വപ്പെടുത്താനോ അല്ലെങ്കിൽ ആ നാമത്തെ വീണ്ടും പൂജിക്കാനോ ഉന്നതമാക്കാനോ എനിക്ക് സാധിക്കത്തില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കുന്നത്? ചോയ്സ് യുവേഴ്സ്. പൂജിക്കപ്പെടാൻ ഏക നാമമേ ഉള്ളൂ, മറ്റൊരു നാമവും ഇല്ല. ഒന്നാം സ്ഥാനമാണോ കൊടുക്കണ്ടേ? ആണോ? ഒന്നാം സ്ഥാനമാണോ യേശുവിന് കൊടുക്കണ്ടേ? ആണോ? പറയ്, ഒന്നാം സ്ഥാനമാണോ? ഒന്നാം സ്ഥാനമല്ല. ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, അതാ കൊടുക്കേണ്ടത്. ഒന്നാം സ്ഥാനമല്ല, വേറെ ആർക്കും സ്ഥാനമില്ല. ഒരേ ഒരു സ്ഥാനം. അല്ലാതെ ഒന്നാം സ്ഥാനം യേശുവിന്, രണ്ടാം സ്ഥാനം മാതാവിന്, മൂന്നാം സ്ഥാനം യൗസേപ്പ് പിതാവിന്, നാലാം സ്ഥാനം അടുത്ത വിശുദ്ധന്, ഇങ്ങനെ 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 കൊടുക്കാനല്ല പറഞ്ഞേ. ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരൊറ്റ സ്ഥാനം. അതിന്റെ ബാക്കിൽ ഒരു സ്ഥാനവും ഇല്ല. ദൈവത്തിന്റെ സ്ഥാനത്തിന്റെ പുറകിൽ നിങ്ങൾ ഒരു സ്ഥാനം വെക്കണ്ട. സ്വർഗത്തിൽ ദൈവപിതാവിന്റെ പുത്രനായ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിന്റെ ഇടയിലോ താഴെയോ മുകളിലോ ഒരു നാമവും നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ നാമം വെക്കാൻ പറ്റത്തില്ല, ഒരു വിശുദ്ധന്റെ നാമം വെക്കാൻ പറ്റില്ല. ഒരൊറ്റ നാമം, കർത്താവായ യഹോശുവ, യേശു എന്ന ഏക നാമമേ ഉള്ളൂ. അതാ പറഞ്ഞേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഞാൻ വിശുദ്ധർക്കൊന്നും എതിരല്ല കേട്ടോ, യാതൊരുവിധ വിശുദ്ധർക്കും ഞാൻ എതിരല്ല. വിശുദ്ധർ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാ. വിശുദ്ധർ വിശുദ്ധരാണ്, ക്രിസ്തുവിനെ പിൻചൊല്ലി ഇത് മനസ്സിലാക്കി ഈ ബോധ്യമുള്ളവരാണ്. ഏത്? ഈ വചനത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടവരാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ വിളിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പൊ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമ്മൾ വാഗുകൊണ്ട് പറയും. വർഷം കഴിയുമ്പോ തൊട്ടുപുറത്ത് വേറെ നാമങ്ങൾ എടുത്ത് നമ്മൾ നന്മയുള്ള നാമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം സ്വർഗത്തിന്റെ നാമം പൂജിതമാകണമെന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ എതിരൊന്നുമല്ല, ഞാൻ ആർക്കും എതിരല്ല. നിങ്ങളുടെ മനസാക്ഷി ഉത്തരം തരട്ടെ. ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് ഉത്തരം തരട്ടെ. ഞാൻ എന്ത് വിളിക്കണം, ഏത് നാമം? ഞാൻ ശ്രേഷ്ഠമായിട്ടല്ല കർത്താവിന്റെ നാമം വെക്കണ്ടേ. ആ ഒരു നാമമേ ഉള്ളൂ ശ്രേഷ്ഠമായി. അതിന്റെ പുറകിൽ പോലും നിൽക്കാൻ പറ്റുന്ന ഒരു നാമവും ഒരു വിശുദ്ധനും ഒരാൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എത്ര വാക്യം പറഞ്ഞു? എത്ര വാക്യം നമ്മൾ കവർ ചെയ്തു? ഒരു വാക്യം. ഈ ഒരു വാക്യം കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു? 1 മണിക്കൂർ എടുത്തു. ഇനിത്തെ വാക്യത്തിലേക്ക് പോണോ? സമയമുണ്ടോ നിങ്ങൾക്ക്? അതായത് ഒരൊറ്റ വാക്യം ഇനിയുണ്ട്, ഇവിടെ തീർന്നിട്ടില്ല. ഇനിയും ഈ നാമത്തിന്റെ മഹത്വം അനേകമുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട്. നമ്മളൊരു അംശം മാത്രമേ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. നമുക്കറിയില്ല ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നുള്ളത്, ഈ പ്രാർത്ഥനയുടെ പവർ എന്താണെന്നുള്ളത്, ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകൾ എന്താണെന്നുള്ളത്. ഞാൻ പറയാം, കാര്യം എല്ലാവരും ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നവരാ. പക്ഷേ ചൊല്ലുന്നവരുടെ ഹൃദയത്തിൽ പോലും ഇതിന്റെ പ്രാധാന്യത്തിന്റെ ഒരു ക്ലാരിറ്റി കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സാത്താൻ ഈ പ്രാർത്ഥനയ്ക്കെതിരെ എത്രത്തോളം നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ ബോധ്യമില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങും. ഈ പഴയ പാഠ്യപുസ്തകങ്ങളാകട്ടെ, പ്രാർത്ഥന പുസ്തകമാകട്ടെ, ഈ കത്തോലിക്ക സഭയുടെ ലാറ്റിൻ സഭയുടെയൊക്കെ പ്രാർത്ഥന പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന കഴിഞ്ഞ അവസാനം സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞിട്ട് കുത്തിരും. അത് കഴിഞ്ഞ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞിട്ട് കുത്തിരും. പിന്നെ തൃത്വസ്തുതി എന്ന് പറഞ്ഞ് കുത്തിരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് സഭയുടെ പഠനം എന്നറിയാം ഈ കാര്യത്തിൽ? നീ സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തെ പൂജിച്ചോണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ഇനി അതിനുശേഷം നീ ഒരു പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, നീ സ്വർഗവുമായിട്ടുള്ള ബന്ധം മുറിച്ച് നീ താഴോട്ട് വിശുദ്ധനായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു. നീ ആ ബന്ധം വീണ്ടും സ്വർഗമായി സ്ഥാപിച്ചോണം. അതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആർക്കെങ്കിലും അറിയോ? സഭയുടെ ഔദ്യോഗിക പഠനതാ. സ്വർഗവുമായുള്ള ബന്ധമാണ് സ്വർഗസ്ഥനായ പിതാവേ. ഇത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് സഭ തന്നെ അനുഭവിച്ച 2-ാം വത്തിക്കാൻ സൂനോസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. അതായത് നീ നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥന നിനക്ക് ചെല്ലാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ചെല്ലിക്കോ, എന്നിട്ട് നീ വീണ്ടും സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടോണം.
സ്വർഗവുമായിട്ട് വീണ്ടും നീ കണക്ട് ചെയ്തോണം. അതിനാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇപ്പൊ അർത്ഥം മനസ്സിലായോ? പിതാവിന്റെ നാമം എന്തുവാ? പുത്രന്റെ നാമം എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ നാമം എന്തുവാ? സ്വർഗസ്ഥനായ പിതാവിന്റെ നാമം, മഹത്വം. അതേ സ്വർഗസ്ഥനായ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ആശയത്തിൽ 3 വാക്കുകൊണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് വീണ്ടും അതേ പ്രാർത്ഥന നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കാര്യം മനസ്സിലായോ? മനസ്സിലായോ? ദൈവത്തിന്റെ ആ ശ്രേഷ്ഠത നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വിശുദ്ധമാ, എത്ര പരിശുദ്ധമാ ദൈവത്തിന്റെ കൃപ. നമ്മുടെ കൂടെ ഈ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഈ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിളിക്കാൻ പറ്റും സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ പറ്റും? നമ്മൾ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ദാനമാണ്, ദൈവം നമുക്ക് നൽകിയ കൃപയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇത് ചൊല്ലാൻ ആഗ്രഹിക്കാത്ത സാത്താനാണ് നിന്നെ കൊണ്ട് വാ തുറപ്പിക്കാതെ നിന്റെ അതരമടച്ച് നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കി നിന്റെ പ്രാർത്ഥനയെ മറ്റു തരത്തിലേക്ക് വ്യതിചലിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശമല്ല, അത് സാത്താന്റെ ഹിതവും അവന്റെ ആവശ്യവും മാത്രമാണ്. ഇനിയുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സമയം തീർക്കുകയും ഇനി അടുത്തൊരൊറ്റ വാക്യം എടുത്താൽ 1 മണിക്കൂർ കൂടി വേണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവാതെ ഒരൊറ്റ ആശയം മാത്രം, ഞാനൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൽ ആര് വരുന്നില്ല? ആര് വരുന്നില്ല? സാത്താൻ വരുന്നില്ല. സാത്താന് പ്രവേശിക്കാൻ അനുവാദമില്ല. അപ്പൊ സാത്താൻ എവിടെയാണ് പ്രവേശിക്കുന്നത്? കാരണം ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. നമുക്ക് യുദ്ധമുള്ളത് മനുഷ്യരോടാണോ? ആണോ? ഏതെങ്കിലും മനുഷ്യരോട് നിങ്ങൾക്ക് യുദ്ധമുണ്ടോ? ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് യുദ്ധമുണ്ടോ? യാതൊരു മനുഷ്യരോടും നമുക്ക് എന്തില്ല? വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, യുദ്ധമില്ല. നമുക്കെല്ലാം സഹോദരങ്ങളാണ്, നമുക്കെല്ലാം സ്വന്തമാണ്. ആരും നമുക്ക് അന്യരല്ല, എല്ലാവരും ഒരു കുടുംബമാണ്. മനുഷ്യരാകട്ടെ, ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കെതിരെ ഒരാൾ വരിക, പ്രാർത്ഥന നടത്തിക്കില്ല, തകർക്കും എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരിക, ആ വരുന്ന വ്യക്തി നമ്മുടെ ശത്രുവാണോ? അല്ല, നമുക്ക് ശത്രുതയില്ല അവരോട്. ഇനി അവൻ എങ്ങനെ ഇതിന്റെ അകത്ത് പ്രവേശിക്കും? അതുകൂടി നമ്മൾ തിരിച്ചറിയണം. എഫേസ്യ ലേഖനത്തിൽ എന്താണ് സ്വർഗീയിടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് സ്വർഗരാജ്യം? എന്താണ് സ്വർഗരാജ്യം? ഉന്നതങ്ങളിലിരിക്കുന്ന ദൈവപിതാവ് ഇരിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ 45 പ്രാവശ്യമാണെന്ന് തോന്നുന്നു സ്വർഗരാജ്യം എന്നും 100 ചില്ലാൻ സമയത്ത് 140 150 പ്രാവശ്യം കണ്ട് ദൈവരാജ്യം എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് രണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവരാജ്യം എന്ന് വായിച്ചിട്ടില്ലേ? സ്വർഗരാജ്യം എന്ന് വായിച്ചിട്ടില്ലേ? ഉണ്ട്. മത്തായൊക്കെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് കാണാം. സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്തുവാ? ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി. ഈ മിനിസ്ട്രിയുടെ പ്രത്യേകത എന്തുവാ? ഈ മിനിസ്ട്രി ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ പിശാചിനെ ബഹിഷ്കരിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ പിശാചിനെ ബഹിഷ്കരിക്കാൻ ദൈവം കേരളത്തിൽ നിയോഗിച്ച ദൈവത്തിന്റെ കൂട്ടായ്മ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പിശാചിനെ ബഹിഷ്കരിച്ചാൽ ഈ സഭ എന്താണ്? ദൈവരാജ്യമാണ്. ഈ സഭ എന്താണ്? ദൈവരാജ്യം. എന്താണ്? സാത്താൻ അത് ഇഷ്ടമാണോ? സാത്താൻ ആഗ്രഹിക്കോ? അവൻ അവിടെ ഇരുന്ന് ദൈവരാജ്യം പണിയട്ടെ എന്ന് വിചാരിച്ച് സാത്താൻ വെറുതെ ഇരിക്കോ? ഇല്ല. ജോബിന്റെ പുസ്തകത്തിൽ സാത്താനെ കുറിച്ച് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊക്കെ കസേരയിൽ മടി പിടിച്ചിരിക്കും, പക്ഷെ സാത്താൻ അങ്ങനെയല്ല, നല്ല ഊർജ്ജസ്വലമായി പണിയെടുക്കുന്നവനാണ്. ജോബ് അവിടെ കൂടിയ സമ്മേളനത്തിൽ വന്നു കഴിഞ്ഞപ്പോ, ജോബിന്റെ ആ പുസ്തകത്തിൽ അവിടെ സാത്താൻ ആ സമ്മേളനത്തിൽ കൂടി വന്നപ്പോ, സാത്താനെ നീ എവിടെ പോയിട്ട് വരിക? സാത്താൻ പറയും, ഞാൻ ഭൂമി മുറ്റും ഉഴലാടി ചുറ്റി സഞ്ചരിച്ച് ഞാൻ വരിക. അവൻ അങ്ങനെയാണ്. അവൻ അവിടെ പോയി നോക്കും, ഇവൻ പ്രാർത്ഥനയ്ക്ക് പോകണ്ടോ? ലവൻ പ്രാർത്ഥനയ്ക്ക് പോകണ്ടോ? അങ്ങനെ ഇരിക്കണം. നീ പോകണ്ടേ? അവിടെ പോവല്ലേ? ഇപ്പഴത്തേലും നീ പോവല്ലേ? അത് പ്രശ്നം. ഇങ്ങനെ ആരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകണ്ടോ അവന്റെയൊക്കെ വീട്ടിൽ പോയി അവനൊക്കെ ഫോണെ വിളിച്ച് എങ്ങനെ പ്രാർത്ഥനയെ തടയാൻ പറ്റുമോ, എങ്ങനെ പ്രാർത്ഥനയെ നശിപ്പിക്കാൻ പറ്റുമോ, ഇങ്ങനെ ആര് ചെയ്യും? സാത്താൻ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? കൈയും കെട്ടി നോക്കിയിരിക്കും.
ആരാണ്? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വർഗമാണ്, മനുഷ്യനല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് സ്വർഗമാ, മനുഷ്യനല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിക്കുന്നതും സ്വർഗമാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് വർക്കിന് ഇറങ്ങേണ്ട കാര്യമില്ല. ഇവന്റെയൊക്കെ വീട്ടിൽ പോയി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇന്ന് ഇത്രയും പേര് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടി, ദൈവം കൂട്ടിച്ചേർത്തു. ദൈവം വിളിച്ചു വരുത്തി, കർത്താവ് കൂട്ടിച്ചേർത്തു, അല്ലെ? ആര് പോകണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വരുന്നത് നമ്മളെ കർത്താവ് വിളിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ സാത്താൻ മടിയനല്ല, അവന് ഭയങ്കര ഉഷാറാ. അവൻ ഓടി തിമിർത്ത് കിടക്കും. അവൻ കാസർഗോഡും പോവും, അവൻ മംഗലാപുരത്തും പോവും, അവനെവിടെ പോവും? ദുബായിലും പോവും, അവൻ എപ്പോഴേയും പോവും. അവൻ അങ്ങനെ പ്രശ്നമില്ലെന്ന്. അവൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. എന്നിട്ട് അവിടെ പോയി കുറച്ച് ആത്മാക്കളെ അവൻ സ്വന്തമാക്കും. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ അവൻ പിശാചിന്റെ പ്രവൃത്തി ചെയ്യും. ഇതാ ബൈബിളിൽ കിടക്കുന്ന സാത്താൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഉഴലാടി നടന്ന് അവനൊരു വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ 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 നടന്ന് ആത്മാക്കളെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ആ ദൈവരാജ്യത്തിന്റെ ഇടയിൽ ആര് വരും? സാത്താൻ വരും. സഭയുടെ ഇടയിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറും. അതിന്റെ ഇടയിലേക്ക് പിശാചു വന്ന് കയറി എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കും, ഇതിനെ തകർക്കാൻ ശ്രമിക്കും. എല്ലാ പ്രവർത്തനം നടക്കും. അതാണ് പറഞ്ഞത്, സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരാണ് നമ്മളുടെ യുദ്ധം. നമുക്ക് മനുഷ്യരോട് യുദ്ധമില്ല. യാതൊരു വിധ മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. ഒരൊറ്റ വ്യക്തിയോടും നമുക്ക് യുദ്ധമില്ല. ഒരു വ്യക്തിയോടും നമുക്ക് യാതൊരുവിധ ഇഷ്ടക്കുറവോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആരോട് യുദ്ധമുണ്ട്? സാത്താനോട് നമുക്ക് യുദ്ധമുണ്ട്. അവനോടുള്ള യുദ്ധം ദൈവത്തിന്റെ ആത്മാവിൽ നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ നടത്തും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ പിശാചിന് കയറാൻ പറ്റത്തില്ല, പക്ഷെ ദൈവരാജ്യത്തിന്റെ അകത്ത് സാത്താൻ കയറിയിരിക്കും. അവൻ ശ്രമിക്കും നശിപ്പിക്കാൻ, പ്രാർത്ഥന കൂട്ടായ്മയെ തകർക്കാൻ. കാരണം പിശാചിനെ ബഹിഷ്കരിക്കുന്നത് അവൻ ഇഷ്ടമല്ല. അവന്റെ സാമ്രാജ്യത്തെ, ബേത്സബൂലിന്റെ സാമ്രാജ്യത്തെ തകർക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ ശക്തമായി അതിനെതിരെ നിൽക്കും. ഏതൊക്കെ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാമോ അതിനുവേണ്ടി അവൻ ശക്തമായി പ്രതികരിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇത്രയും ദിവസം സ്വർഗസ്ഥനായ പിതാവേ ചെല്ലിയ പോലെ ആയിരിക്കും ഇനി നിങ്ങൾ ചെല്ലുന്നത്? ആയിരിക്കോ? ഇത്രയും കാലം നമ്മൾ ആ പ്രാർത്ഥന കോഴിക്കോട് അടച്ചോ, കഞ്ഞി വെന്തോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിന്തയിലൂടെയായിരുന്നു നമ്മൾ പ്രാർത്ഥന ചെല്ലിയേ. ഇനി അങ്ങനെ ചെല്ലാൻ പറ്റുമോ? ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാകണം, ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്ത് ഉൾക്കൊള്ളുന്നത്. യേശു ഈ വാക്യം പഠിപ്പിക്കുമ്പോൾ, ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിലുണ്ട് ഈ പ്രാർത്ഥന. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇവരെത്തും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പ്രാർത്ഥന വളരെ ഷോർട്ടായി പഠിപ്പിച്ചത്. ഓരോ വാക്കും ഓരോ ആശയവും ഓരോ അർത്ഥവും പഠിപ്പിക്കുമ്പോൾ യേശുവിനറിയാം പരിശുദ്ധാത്മാവ് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇവർ മാറും. ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ത് കാര്യത്താണ്, എന്ത് ആശയമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ആർക്ക് മനസ്സിലാകും? ശിഷ്യന്മാർക്ക്, സഭയ്ക്ക്, കൂട്ടായ്മയ്ക്ക് അത് മനസ്സിലാകും എന്ന് ദൈവത്തിന് അറിയാം. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കത് വെളിപ്പെട്ടു. ഒറ്റ വാക്യത്തിന്റെ അർത്ഥം കിട്ടിയിട്ടുള്ളൂ. ഇനിയുമുണ്ട്. ബാക്കിയൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നല്ല, നിങ്ങൾക്ക് അറിയാം ഒരുപാട്. പക്ഷേ എന്തൊക്കെയോ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുണ്ട്. ദൈവത്തെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ദൈവം ചെയ്തു തരട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.